ഹലോ. ട്ടാ ഞാന് പറയണത് കേൾക്കുന്നുണ്ടോ? ഹലോ. സാർ കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആൻസർ കിട്ടിയിട്ടില്ല. കപ്പിന്റെ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ? ചെയ്ത ആരെങ്കിലും കപ്പിന്റെ വേറെ ഡിസൈൻ എന്തെങ്കിലും? സാർ കപ്പിന്റെ ഡിസൈൻ ചിന്തിക്കുമ്പോൾ ആ കപ്പ് തന്നെ സാർ വരുന്നത്, പിന്നെ ഒരു മൂടി. വേറെ കുറേ ടൈപ്സ് ഓഫ് കപ്സ് ഉണ്ട്. പിന്നെ എവിടെയെങ്കിലും പോകുമ്പോൾ വന്നതെന്ന് വെച്ചാല് ഉള്ളിലൊരു സ്റ്റീലായിട്ട് പുറത്ത് സെറാമിക്, അതും എല്ലാം ഉള്ളിൽ തന്നെയല്ലേ? വേറെ വേറെ കപ്പിന്റെ ഡിസൈൻസ് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻസ് നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കും ചിലപ്പോൾ. ഓക്കെ ഓക്കെ. അപ്പോൾ ഇന്നത്തെ തേർഡ് മോഡ്യൂൾ നോക്കാം. തേർഡ് മോഡ്യൂൾ എന്ന് പറയുന്നത് തേർഡ് മോഡ്യൂൾ ഈസ് ഡിസൈൻ കമ്മ്യൂണിക്കേഷൻ. Design communication means just if you have some idea, then you are going to present in how you going to present to another one. Because Abhinav have a one idea, one project idea, but he need to present that idea to another person. ഓക്കെ. അപ്പോൾ അപ്പോൾ അതിൽ നമുക്ക് 3 വേസ് ആണുള്ളത് അല്ലേ? എങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രസന്റ് ചെയ്യുക ഡിസൈന്? നമ്മളുടെ കയ്യിലുള്ള ഒരു ഐഡിയയാണ്, ഒരു പ്രൊജക്റ്റിൻ്റെ ഐഡിയ അല്ലെങ്കിൽ ഒരു ഡിസൈൻ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഒരു തേർഡ് പേഴ്സൺ എടുത്ത് എൻ്റെ ഐഡിയ അല്ലെങ്കിൽ എൻ്റെ ഡിസൈൻ എന്ത് ചെയ്യണം? ഞാൻ പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ 3 രീതിയിലാണ് പ്രസൻറ്റ് ചെയ്യുക. എങ്ങനെയാണ്? ഒന്ന് ഓറലായിട്ട് പ്രസൻറ്റ് ചെയ്യാം അല്ലേ? ഓറൽ വേയിൽ പ്രസൻറ്റ് ചെയ്യാം. എൻ്റെ പ്രൊജക്റ്റിനെ കുറിച്ച് ഞാൻ എന്ത് ചെയ്യാം? അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാം. ദെൻ സെക്കൻഡ് എന്താണ്? നമ്മളുടെ പ്രൊജക്റ്റിനെ കുറിച്ച് ഒരു ഡിസൈൻ സ്കെച്ച് ചെയ്യാം, ഒരു ഫിഗർ വരയ്ക്കാം. ഫിഗർ വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതാണ് എൻ്റെ ന്യൂ ഡിസൈൻ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ എൻ്റെ ന്യൂ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു മോഡൽ അങ്ങോട്ട് കാണിക്കും. ആ ഫിഗർ കാണുമ്പോൾ തന്നെ അവർക്ക് എന്താണ്, ആ പ്രൊഡക്റ്റ് എന്താണ്, അതെന്തൊക്കെ ചെയ്യാനുള്ളത് മനസ്സിലാവും അല്ലേ? നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് കാണുമ്പോൾ അവർ എക്സ്പ്ലെയിൻ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? എന്ത് മനസ്സിലാവും? ആ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്താവും? മനസ്സിലാവും അല്ലേ? അപ്പോൾ തേർഡ് വൺ എന്താണ്? ഫസ്റ്റ് വൺ എന്താണ്? ഓറലായിട്ട് പ്രസന്റ് ചെയ്യാം. സെക്കൻഡ് വൺ എന്താണ്? നമ്മൾ സ്കെച്ച് ചെയ്ത് എന്ത് ചെയ്യാം? പ്രസന്റ് ചെയ്ത് കാണിക്കാം. ഓക്കെ. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ മോഡ്യൂളിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ മോഡ്യൂൾ 3 എന്ന് പറയുന്നത് ഡിസൈൻ കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ മീൻസ് വി ആർ ഗോയിങ് ടു ഷെയർ സംതിങ്. ഓക്കെ. നിങ്ങളുടെ ഐഡിയാസ് നിങ്ങൾ എഫക്റ്റീവായിട്ട് നിങ്ങളുടെ മൈൻഡിൽ വന്നിട്ടുള്ള ക്രിയേറ്റീവ് തിങ്കിങ്ങിൽ വന്നിട്ടുള്ള ചില ഐഡിയാസ് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണത്? ഡിസൈൻ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യണം. ഓക്കെ. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഉള്ളത് ഒരു 4 ടോപ്പിക്സ് ആണ് ഉള്ളത് നമുക്ക് തേർഡ് മോഡ്യൂളിൽ. ഫസ്റ്റ് ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേറ്റീവ് ഡിസൈൻസ് ഗ്രാഫിക്കലി ആണ്. ഗ്രാഫിക്കലി എന്ന് വെച്ചാൽ എന്താ മീനിങ്? വാട്ട് ഇസ് മീൻ ബൈ ഗ്രാഫിക്കലി? We are going to present our ideas through a visual way. Okay. Sketch or any drawings. There, first communication designs graphically, engineering sketches and drawings speak to many audience. ഓക്കെ. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ ഇപ്പോൾ നോർമലായിട്ടുള്ള ചില ആൾക്കാരൊക്കെ പറയും, ഒരു 1 പേജിൽ നമ്മൾ എഴുതുന്ന ഡോക്യുമെൻറ്റ്സ്, ഓക്കെ, വൺ പേജ് നമുക്ക് റീഡ് ചെയ്ത് കിട്ടുന്ന ഡോക്യുമെന്റ്സിൽ കിട്ടുന്ന നോളജ് സിമ്പിളായിട്ട് ഒരു ഫിഗറിൽ കിട്ടുക അല്ലേ? നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എക്സാമിന് പഠിക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ. എക്സാമിന് പഠിക്കുമ്പോൾ ചില ആൾക്കാർ എങ്ങനെയാണ്, ഫുൾ പേജ് പഠിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടൂല? ആ നോളേജ് നമുക്ക് എന്ത് കിട്ടൂല? പ്രോപ്പറായിട്ട് കിട്ടൂല. സെയിം ടൈം ആ ഇമേജ് എന്താണ്? ഒരു ബ്ലോക്ക് ഡയഗ്രാം ഉണ്ടാവുക അല്ലേ? ആ ബ്ലോക്ക് ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ആ പാരഗ്രാഫ് ഉണ്ടാവുക. പക്ഷെ മോസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്താണ്, ആ ബ്ലോക്ക് ഡയഗ്രാം കാണുമ്പോൾ തന്നെ എന്ത് കിട്ടും? ഫുൾ ഐഡിയാസ് കിട്ടും. അങ്ങനെയല്ലേ കിട്ടുക? ചില ആൾക്കാരാണ് പിന്നെ ബ്ലോക്ക് ഡയഗ്രാം കിട്ടിയ ശേഷം എന്താണ്, കുറച്ചുകൂടി നോളജിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ആ പാരഗ്രാഫിനെ റീഡ് ചെയ്യുക. അങ്ങനെയല്ലേ മോസ്റ്റ് ആയിട്ട് അല്ലേ? ഒരു പേജിലുള്ള കണ്ടന്റ് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവണമെങ്കിൽ നമുക്ക് എന്താണ്, ഒരു സിമ്പിൾ സ്കെച്ച് പോരെ? ഓക്കെ. അതാണ് നമ്മൾ ഈ എഞ്ചിനീയറിംഗിൽ നോക്കാൻ പോകുന്നത്, സ്കെച്ച് കമ്മ്യൂണിക്കേഷൻ ഡിസൈനിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ.
എഞ്ചിനീയറിംഗ് സ്കെച്ച് ആൻഡ് ഡ്രോയിങ് സ്പീക്ക് ടു മെനി ഓഡിയൻസ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഡ്രോയിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഡിസൈൻ because a lot of information is created and transmitted in the drawing process. Okay, a lot of information and created lot of information is created and transmitted in the drawing process. ഓക്കെ, നമ്മളുടെ കയ്യിൽ കുറേ ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്, കുറേ ഇൻഫർമേഷൻസ് ഉണ്ടാവും. ആ ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മളൊരു സ്കെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നോക്കണ ആൾക്കും എന്തുണ്ടാവും, അതിനെക്കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ എന്താണ്, അതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയാസ് എന്ത് ചെയ്യും, അയാൾക്കും കിട്ടും. മെയിനായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ റീസെൻറ്റ് ടൈമിൽ നമ്മൾ ഫേസ്ബുക്കൊക്കെ പോയാൽ അതിൽ എന്തുണ്ടാവും, കുറേ ട്രോൾസ് ഉണ്ടാവും അല്ലേ, ട്രോൾ ഇമേജ് ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ, കുറേ ട്രോൾസ് ഉണ്ട്. ആ ട്രോൾസിൽ എന്താ സംഭവിക്കുക ശരിക്കും പറഞ്ഞാൽ, നിങ്ങൾക്ക് ആ ട്രോൾ കാണുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ട്രോൾ വെറുതെ ഇടുന്നതാണ്. ഓട്ടോമാറ്റിക്കായിട്ട് എന്താണ്, ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഇത് ചെയ്ത് ട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇമേജ് കാണുമ്പോൾ തന്നെ നമുക്ക് എന്താവും, ആ ഈവൻറ്റിനെ കുറിച്ച് നമുക്കൊരു എന്ത് കിട്ടും, ഒരു ഐഡിയ കിട്ടും. ഇവർ എന്ത് ഇൻഫർമേഷനാണ് ഈ ട്രോൾ ഇമേജിൽ നമുക്ക് ഷെയർ ചെയ്യുന്നുള്ള ഐഡിയ നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. അതുപോലെ തന്നെയാണ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്ന് പറയുമ്പോഴും എന്താണ്, നമ്മളുടെ കയ്യിൽ നമ്മളുടെ കയ്യിൽ എന്താണ്, എൻ്റെ ഐഡിയയാണ്. എൻ്റെ ഐഡിയനെ ഞാൻ എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്, നിങ്ങളുടെ ഫ്രണ്ടിൽ എങ്ങനെയാണ് ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്, ഗ്രാഫിക്കലിയാണ്. Okay, but drawing is very important in design because lot of information created and transmitted in the drawing process. Okay, they have lot of engineering drawings are available. That is, first one is sketch. Okay, സ്കെച്ചിൽ ഒരു 3 ടൈപ്പ് ഉണ്ട്, അത് ഞാൻ പിന്നെ ഒന്ന് പറഞ്ഞു തരാം. ഫസ്റ്റ് എന്തൊക്കെ മെത്തേഡ്സ് എന്നുള്ളത് നോക്കാം. ഓക്കെ, ദ ഡിസൈൻ ഡ്രോയിങ്സ് ഇൻക്ലൂഡ് സ്കെച്ച്, freehand drawings and computer aided design and drafting, that is CAD, computer aided design and drafting. Models that extended from wireframe drawings means symbol this is the wireframe drawing image. ഈ ഇമേജിനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഐഡിയാസ് കിട്ടുന്നുണ്ടോ? ഇപ്പം എൻ്റെ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ ഒരു ഇമേജ്, നിങ്ങൾ ഇതെന്താണ് ഒരു ഇമേജ്, ഇതൊരു വയർ ഫ്രെയിം ഇമേജ് ആണ്. ആക്ച്വലി എന്താണ് ഈ ഇമേജ്, ഏതെങ്കിലും ഐഡിയാസ് കിട്ടുന്നുണ്ടോ? ഇത് കാണുമ്പോൾ എന്താ മനസ്സിലാവണം നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ, ഇതെന്താണ് ഒരു വെബ്സൈറ്റിന്റെ ഒരു വയർ ഫ്രെയിം ഇമേജ് ആണ്. ഓക്കെ, സോ വെബ്സൈറ്റിന്റെ വയർ ഫ്രെയിം ഇമേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതൊരു വെബ്സൈറ്റ് എടുത്താലും ഇവർ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത് എന്താണ്, ഫസ്റ്റ് പേജ്, ഇത് ഫസ്റ്റ് പേജിൽ എന്താ, സെക്കൻഡ് പേജാണ് കാണിക്കുന്നത്. അതിലെന്താണ്, ഹോം ഉണ്ടാവും, ഇമ്പോർട്ടേഴ്സ് ഉണ്ടാവും, സർവീസ്, കോൺടാക്ട്സ്, ഇങ്ങനെ പറഞ്ഞിട്ടൊരു മെനു. ഓക്കെ, ദെൻ കുറേ ഹൈപ്പർ ലിങ്ക്സ് വെച്ചിട്ടുണ്ട്. അഗൈൻ ഇവിടെ 2 റേഡിയോ ബട്ടൺ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അഗൈൻ എന്താണ്, ചെക്ക് ബോക്സ്, ലിസ്റ്റ്, അഗൈൻ ടെക്സ്റ്റ് ഫീൽഡ്, പിന്നെ ടെക്സ്റ്റ് ഏരിയ, അഗൈൻ എന്താണ്, സെർച്ച്, ബട്ടൺസ്, നോട്ടിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ വയർ ഫ്രെയിം എന്ന് പറയുമ്പോൾ സ്റ്റിക്കി ഇമേജസ് എന്നാണ് പറയുക ആക്ച്വലി. ഓക്കെ, 7 ടൈപ്പ് ചെയ്തിട്ടുണ്ട്. എന്താണ് സ്റ്റിക്കി ഇമേജസ് എന്നാണ് പറയുക. ഓക്കെ, സ്റ്റിക്കി ഇമേജസ് എന്ന് പറയുമ്പോൾ ഒരു ബ്രീഫ് ഡയഗ്രാം ഉണ്ടാവില്ല, പക്ഷെ അതിൻ്റെ ഒരു വയർ ഫ്രെയിം, ഒരു സ്കെൽട്ടൽ സ്ട്രക്ചറാണ് ഉണ്ടാവുക. സ്കെൽട്ടൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഫുൾ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല, അതിൻ്റെ സ്കെൽട്ടൽ സ്ട്രക്ചറാണ്. അതിൻ്റെ ഇന്നർ വ്യൂ ഒക്കെ നമ്മൾ എന്താണ്, ഇങ്ങനെയൊക്കെ ഡിസൈൻ ഉണ്ടാവും എന്നുള്ള ഒരു ഇന്നർ സ്ട്രക്ചറാണ് നമ്മൾ എന്ത് ചെയ്യാൻ പറയുന്നത്, വയർ ഫ്രെയിം സ്ട്രക്ചർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഉള്ളത്, സ്കെച്ചസ്, ഫ്രീ ഹാൻഡ് ഡ്രോയിങ്സ് ആൻഡ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ആൻഡ് ഡ്രാഫ്റ്റിംഗ്. Okay, then models that extended from simple wireframe drawing. Example, something very much like stick figure through elaborate solid models. Elaborate solid models means എന്താണ്, നമുക്ക് ഇവിടെ എന്താണ്, ഇപ്പോൾ 3 dimensional ഒബ്ജക്ട്സ് ഇൻക്ലൂഡ് ചില ഇതിനൊക്കെ എന്താണ് 3 dimensional വരെ കാണിക്കും. 3 dimensional എന്ന് പറയുമ്പോൾ ഈ ഓട്ടോ കോഡിലൊക്കെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ കാർ ഡിസൈൻ ആവട്ടെ, നമ്മൾ വീടിൻ്റെ ഡിസൈനൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഒരു 3D മോഡലിൽ കാണിക്കും അല്ലേ. 3D മോഡലിലാണ് നമുക്ക് എന്ത് ചെയ്യുക, കാണിച്ചു തരിക. അതെങ്ങനെയാണ് 3D മോഡൽ എന്ന് പറയുമ്പോൾ ഫുൾ വ്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഓക്കെ, കണ്ടിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും 3D വ്യൂവിലുള്ള ഡ്രോയിങ്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താ ഒരു സൈലന്റ്, 3D? ഓക്കെ, ചില നമ്മളിപ്പോൾ വീടിന്റെ ഒരു സ്കെച്ചൊക്കെ ഇടുമ്പോൾ അല്ലെങ്കിൽ ഒരു വലിയ ബിൽഡിങ്ങിന്റെ സ്കെച്ചൊക്കെ ഇടുമ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, 3D വ്യൂവിൽ നമുക്ക് എന്ത് ചെയ്യും, കാണിച്ചു തരും. ഓക്കെ, എങ്ങനെയൊക്കെയാണ് ഉണ്ടാവുന്നത്, സ്കെച്ചാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഡിസൈനിൽ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഡിസൈൻ ഡ്രോയിങ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്, ഡിസൈൻ ഡ്രോയിങ്സ് ഇൻക്ലൂഡ് സ്കെച്ചസ്,
freehand drawings and computer-aided design and drafting. Then wireframe drawings. Again, elaborate solid models എന്ന് പറയുമ്പോൾ three model objects that include color and perspective. Okay, ഇതാണ് introduction. So the introduction of communicating design and graphical means what is mean by drawing എന്ന് പറഞ്ഞിട്ട് എഴുതണം. Drawing എന്ന് പറയുന്നത് എന്താണ്? Design, because lot of information is created and transmitted in the drawing process. Drawing എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? Sketches, freehand drawings and computer-aided design and drafting, models that extended from simple wireframe drawings through elaborated solid models. Next. Next എന്താണ് വെച്ചാൽ വാട്ട് ഈസ് മീൻ ബൈ ഡ്രോയിങ്ങിൻ്റെ പ്രോസസ്സ് എന്താണുള്ളതാണ്. ഓക്കെ, ഇൻ ഹിസ്റ്റോറിക്കൽ ടൈംസ് ഡ്രോയിങ് ഈസ് ദ പ്രോസസ് ഓഫ് പുട്ടിംഗ് മാർക്ക് ഓൺ പേപ്പർ. ഓക്കെ, we are taking on paper, then mark something. Okay, so if you mark anything on this paper means that is drawing actually. ഓക്കെ, അപ്പോൾ ഒരു പേപ്പർ എടുത്ത് വെറുതെ മാർക്ക് ചെയ്യണതല്ല അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. നിങ്ങളൊരു പേപ്പർ എടുത്ത് അവിടെ എന്തെങ്കിലും ഒരു മാർക്കിംഗ്, ഒരു ഐഡിയനെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾ മാർക്കിംഗ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്? ഡ്രോയിങ് ആണ് ആക്ച്വലി. ഓക്കെ, ഡ്രോയിങ് ഈസ് ദ പ്രോസസ് ഓഫ് പുട്ടിംഗ് മാർക്സ് ഓൺ പേപ്പർ. ദീസ് മാർക്സ് ഇൻക്ലൂഡ് ബോത്ത് സ്കെച്ചസ് ആൻഡ് മർജിനാലിയ. ഇത് മെയിനായിട്ട് രണ്ട് ടേംസ് ആണ് ഡ്രോയിങ്ങിൽ ഉണ്ടാവുക. ഒന്ന് സ്കെച്ചസ് ആൻഡ് അനദർ വൺ ഈസ് മർജിനാലിയ. ഈ വേർഡ്സ് മറക്കരുത് കേട്ടോ. സ്കെച്ചസ് എന്ന് പറയുമ്പോൾ sketches are objects and their associated functions. ഓക്കെ, സ്കെച്ചസ് എന്ന് പറയുമ്പോൾ നോർമലായിട്ട് എന്താണ്? ഒരു സ്കെച്ച് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ യെസ്റ്റർഡേ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മോഡൽ നോക്കിയിട്ടുണ്ടായിരുന്നല്ലേ. എന്താണ്? ഫസ്റ്റ് ഞാനൊരു കോക്കനട്ട് സ്ക്രബറിൻ്റെ ഒരു ഇമേജ് ഡിസൈൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങളൊരു സ്കെച്ച് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കെച്ച് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ചെയ്ത? ആ സ്കെച്ചിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കുറേ പേര് എന്താണ് പാർട്സ് ഒക്കെ ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മെറ്റൽ പോർഷൻസ് ഉണ്ട്. ദേ ഹാവ് സം മെറ്റൽ പോർഷൻസ് ഫോർ എന്താണ്? കോക്കനട്ട് സ്ക്രബ് ചെയ്യുന്ന ഏരിയയാണ്. ഓക്കെ, അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഓരോ ഏരിയാസ് എന്ത് ചെയ്തിട്ടുണ്ട്? അതൊക്കെ ഒബ്ജക്ട്സ് ആണ്. ഓക്കെ, ചില ആൾക്കാർ മൂവബിൾ പ്ലേസ്, ഒക്കെ എന്താണ് വുഡൻ പ്ലേസ്, അങ്ങനെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങൾ സ്കെച്ച് ചെയ്തിട്ടുണ്ട്. ഒബ്ജക്ട്സ് മീൻസ് ഇറ്റ്സ് എ റിയൽ ടൈം എൻറ്റിറ്റി ആണ് ആക്ച്വലി. ഓക്കെ, റിയൽ ടൈം എൻറ്റിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ റിയൽ ടൈമിൽ എന്തെങ്കിലും ഉള്ള ഒരു പ്രൊഡക്റ്റിന് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ സ്കെച്ച് എന്ന് പറയുമ്പോൾ എന്താണ്? സ്കെച്ച് ആർ ഒബ്ജക്ട്സ് ആൻഡ് ദെയർ അസോസിയേറ്റഡ് ഫങ്ഷൻസ്. സ്കെച്ചിൽ ഒരു ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ ദാറ്റ് ഒബ്ജക്ട്സ് ഹാവ് സം അസോസിയേറ്റഡ് ഫങ്ഷൻ ആണ്. Okay, they have some functionality for that object. Then another one is marginalia. Marginalia means include notes in text form, list, dimension and calculation. Okay, sketch എന്ന് പറയുമ്പോൾ പ്രോപ്പർ സ്കെച്ച് മാത്രമാണ്, അതിൽ വേറെ നോട്ട്സ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ എന്താണ് ഇപ്പോൾ ഒരു പ്രോപ്പർ ഒരു സ്കെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്? അതിൽ ഡിസ്ക്രിപ്ഷൻസ് ഒന്നും നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവില്ല ചെറുതായിട്ട്. എന്താണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മെറ്റൽ പോർഷൻസ് മാത്രമാണ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവുക. ഈ മെറ്റൽ പോർഷൻ എന്തിനാണ് വർക്ക് ആവണമെന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, നിങ്ങൾ സ്കെച്ചിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവില്ല. ബട്ട് മർജിനാലിയ ഇൻക്ലൂഡ്സ് നോട്ട്സ് ഇൻ ദ ടെക്സ്റ്റ് ഫോം. ഓക്കെ, നിങ്ങൾ സ്കെച്ച് തന്നെയാണ്. നോർമൽ സ്കെച്ചിൽ എന്തുണ്ടാവും? ആ ഇമേജിൽ നിങ്ങൾ എന്ത് കൊടുത്തിട്ടുണ്ടാവും? കുറച്ച് ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, Marginalia includes notes in the text form. Notes in the text form means they have some one image, provide some informations about that image. Okay, ഒരു ഇമേജ് ഉണ്ട്, ആ ഇമേജിനെ കുറിച്ചിട്ട് എന്താണ് അതിൽ കുറേ ടെക്സ്റ്റുവൽ ഇൻഫർമേഷൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, then the drawings enable parallel display of information. Marginally ആ ഡ്രോയിങ്ങിൻ്റെ കൂടി നമ്മൾ ഇൻഫർമേഷൻസ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? Drawings enable parallel display of information as they can surrounded with adjacent notes, smaller pictures, formulas and other pointers to ideas related to object being drawn and design. For example, നിങ്ങൾ ഈ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ഒക്കെ നോക്കിയിട്ടുണ്ടോ? ഇലക്ട്രോണിക് സർക്യൂട്ട്സിൽ എന്താണ് ഉണ്ടാവുക? ഈസി പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഈസിയിലെ സർക്യൂട്ട്സ് നിങ്ങൾ എങ്ങനെയാണ് വരച്ചിട്ടുണ്ടാവുക? ദേ ഹാവ് സം ഇമേജ്, ദെൻ എന്താണ് അതിൽ
ഫോർമുലാസ് ഒക്കെ നിങ്ങൾ അവിടെ തന്നെ നോട്ടിഫൈ ചെയ്യാം, അല്ലെ ഇതിൽ എത്ര വാട്ട്സ് ആണ് ഉണ്ടാവും അങ്ങനെ പറഞ്ഞിട്ട് കുറെ ഇൻഫർമേഷൻസ് കൂടി നിങ്ങൾ എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. ആ സാധനമാണ് മർജിനാലിറ്റി ഉദ്ദേശിച്ചിട്ടുള്ളത്. മനസ്സിലായി? അപ്പോൾ ആ ഫിഗർ കാണുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ആ ഫിഗറിനെ കുറിച്ചിട്ടുള്ള ഹോൾ ഇൻഫർമേഷൻസ് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? മർജിനാലിയ എന്ന് പറയുന്നത് സ്കെച്ച് എന്ന് പറയുന്നത്. ഓക്കെ, sketch means they have some objects have some functionalities. Okay, marginalia means there is also a sketch, but they provide some information. Okay, provide some informations are notes. Okay, then putting notes next to sketch is powerful way to organize information, subtly more powerful than linear sequential arrangements imposed by the structure of sentence and paragraphs. ഓക്കെ, യൂസറിൻ്റെ അനുസരിച്ച് എന്ത് ചെയ്യുക, അവിടെ കുറച്ച് വാഡിങ്സ് ആ ഇമേജിൽ എന്ത് ചെയ്യുന്നത്, ആഡ് ചെയ്യുന്നതാണ് മർജിനാലിയ. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് ഗ്രാഫിക്കൽ ഇമേജസിൻ്റെ യൂസസ് ആണ്. വി ആർ ഫോളോയിങ് ഡിസൈൻ കമ്മ്യൂണിക്കേഷൻ. Graphic images are used to communicate with other designers, that client and manufacturing organization. Okay, so we are if you draw one images means that is easy to communicate with the designer and client. Okay, you are the designer and your client is you are telling something to your client. Okay, നിങ്ങൾ ക്ലയന്റിന് കുറേ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. Okay, but you are show some picture, show some graphic image to your customer means the customer is easily attracted with that image, right? ഒരു ഇമേജ് നിങ്ങൾ വരച്ചിട്ടാണ് നിങ്ങൾ കസ്റ്റമറിന്റെ കൂടെ സംസാരിക്കുന്നുണ്ടെങ്കിൽ കസ്റ്റമർ എന്ത് ചെയ്തിട്ടുണ്ടാവും, കുറേ എന്തിനും നമ്മൾ എന്ത് ചെയ്യണമെന്ന് ആവശ്യമില്ല, സംസാരിക്കണമെന്ന് ആവശ്യമില്ല. ഈസി ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, അവർക്ക് ആ ഇമേജിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മുടെ പ്രൊജക്ട് എന്താണ്, നമ്മുടെ ഐഡിയ എന്താണ്, സക്സസ് ആണ്, അല്ലേ? ഒരു 1 hour ഇരുന്ന് നമ്മൾ പ്രസന്റ് ചെയ്യുന്നതും ഒരു ഇമേജ് പ്രോപ്പറായിട്ട് വരച്ചുകൊണ്ട് കാണിക്കുന്നതും ഇതാണ് ബെസ്റ്റ് വേ ആയിരിക്കും. ആക്ച്വലി ഒരു ഇമേജ് കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും എന്താണ് മോസ്റ്റ് എഫക്റ്റീവ് വേ എന്ന് പറയുന്നത്, അല്ലേ? അല്ലാതെ നമ്മൾ ഒരു ഡെവലപ്പ് ചെയ്യാൻ പോവുകയാണ്, അത് ഇമാജിനേഷനിൽ നമ്മൾ വെറുതെ പറഞ്ഞതാണ്, അങ്ങനെയാണെങ്കിൽ ആ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയിരിക്കുമോ? സാറ്റിസ്ഫൈഡ് ആയിട്ട് ഉണ്ടാവില്ല. അത് മനസ്സിലായോ? നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വീട് കെട്ടാൻ തീരുമാനിക്കുകയാണ്. ഓക്കെ, അപ്പോൾ വീട് കെട്ടാൻ തീരുമാനിച്ചിട്ട് നിങ്ങൾ ഒരു എഞ്ചിനീയർ എടുത്ത് പോവുകയാണ്, എനിക്കൊരു വീട് വെക്കണം, എൻ്റെ ബഡ്ജറ്റ് എന്താണ്, ഒരു 50 lakhs ആണെന്ന് പറയുകയാണ് നിങ്ങൾ. ഓക്കെ, അപ്പോൾ കൺസ്ട്രക്ടർ പറയുകയാണ് നമ്മൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് കുറേ ഐഡിയാസ് നിങ്ങളടുത്ത് പറയുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ പറഞ്ഞ ശേഷം നിങ്ങളപ്പോൾ സാറ്റിസ്ഫൈഡ് ആണോ? സെയിം ടൈം ആ കസ്റ്റമർ പറയുകയാണ് ഓക്കെ ഒരു 15 minutes വെയിറ്റ് ചെയ്തോന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ വീട് ഇങ്ങനെയാണ് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഒരു സ്കെച്ച് എടുത്ത് നിങ്ങളടുത്ത് കാണിക്കുകയാണ്. ഓക്കെ, അയാൾ വെറുതെ പറയുന്നതിലാണ് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ, ഈ സ്കെച്ച് കാണിച്ച് പറയുമ്പോഴാണ് നിങ്ങൾ സാറ്റിസ്ഫൈഡ്? ഇതിലാണ് സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടാവുക. സ്കെച്ച് കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് എന്താണ് നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, ഒരു ഇമേജ് എന്ത് ചെയ്യും, ബിൽഡ് ചെയ്യും, അല്ലെ? ആ ഇമേജിലുള്ള സാധനങ്ങൾ നമുക്ക് എന്താണ് സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ നമ്മൾ എന്താണ് ഓക്കെ എനിക്കിത് ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താവും കോംപ്രമൈസ് ആവും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അവര് graphical images are used to communicate with other designers than the client and manufacturing organization. അപ്പോൾ അതിൽ കുറച്ച് യൂസസ് പറയുന്നത് serve as launching pad for a brand new design. ഓക്കെ, ന്യൂ ഡിസൈൻസ് ഡെവലപ്പ് ചെയ്യാൻ, ഓക്കെ ന്യൂ ഡിസൈൻസ് എന്തെങ്കിലും ലാഞ്ച് ചെയ്യാനെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ എന്തായാലും ഇമേജ് കാണിക്കണം. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എന്താണ് ഒരു പ്രൊഡക്റ്റിനെയാണ് പുതിയതായിട്ട് ലാഞ്ച് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ആ ടൈമിൽ ആ പ്രൊഡക്റ്റിനെ കൊണ്ട് കാണിച്ചിട്ട് ഒരു കാര്യമില്ല. അതിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സാമ്പിൾ സ്കെച്ച് എന്ത് ചെയ്യേണ്ടി വരും, കാണിക്കേണ്ടി വരും. ദെൻ സപ്പോർട്ട് ദ അനാലിസിസ് ഓഫ് എ ഡിസൈൻ as it evolves. Simulate the behavior or performance of a design. Then record the shape or geometry of a design. Communicate design ideas among designers. Okay, communicate the design ideas among designers means you are designing something, then you are asking some ideas about that product from other designers. Okay, നിങ്ങളുടെ കൂടെ കുറേ ഡിസൈനേഴ്സ് ഉണ്ട്, അവരുടെ എന്താണ് നിങ്ങൾ വെച്ചിട്ടുള്ള ഡിസൈൻ വെച്ചിട്ട് ഐഡിയാസ് ചോദിക്കാം. Okay, then record the shapes or geometry of a design. So these 5 are the things are used to എന്താണ് നമ്മൾ ഗ്രാഫിക്കൽ ഇമേജസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ 5 കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് ഈസി ആയിട്ട് എടുക്കാം. ദെൻ സിമുലേറ്റ് ദ ബിഹേവിയർ ഓർ പെർഫോമൻസ് ഓഫ് എ ഡിസൈൻ. ഓക്കെ, അപ്പോൾ ഇതുവരെ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്, വാട്ട് ഈസ് മീൻ ബൈ ഡിസൈൻ. ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ എന്താണ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അഗൈൻ ഡ്രോയിങ്ങിലുള്ള മെയിൻ ആയിട്ടുള്ള 2 സ്റ്റേജസ് എന്തൊക്കെയാണ്, സ്കെച്ചസ് ആൻഡ് മർഗിനാലിയയാണ്. അഗൈൻ എന്താണ് അതിൻ്റെ യൂസ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്കെച്ചിങ്. Okay, sketching is a powerful tool in design because it enables us convey our design ideas to others quickly. Okay,
ഓൾറെഡി നമ്മൾ പഠിച്ചത് തന്നെയാണ്. വാട്ട് ഈസ് മീൻ ബൈ സ്കെച്ചിങ്? സ്കെച്ചിങ് is a powerful tool in design because it's enable us convey our design ideas to others quickly. Okay, clear അല്ല ലൈന്? ഓക്കെ, നമ്മളുടെ ഐഡിയാസ്, ഡിസൈൻ ഐഡിയാസിന് ഇന്നൊരാൾക്കാരുടെ അടുത്ത് എന്താണ് ഈസി ആയിട്ട് എന്താണ് നമ്മൾ പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈസി ആയിട്ട് നമ്മൾ എന്താണ് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? സ്കെച്ചിങ് യൂസ് ചെയ്യുക. ദർ ഇസ് ഫോർ ടൈപ്സ് ഓഫ് സ്കെച്ചിങ്സ് ആർ ദയർ. Orthographic sketches and axonometric sketches, oblique sketches, perspective sketches. ഈ വേർഡിങ്സ് എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഈ 4 വേർഡിങ്സ് എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? സ്കെച്ചിങ്ങിൽ പഠിച്ച അഭിനവ്? ഗ്രാഫിക്സിൽ പഠിച്ചിട്ടില്ല ഈ വേർഡിങ്സ് ഒന്നും? ഓർത്തോഗ്രാഫിക് സ്കെച്ചസ്, ആക്സോണോമെട്രിക് സ്കെച്ചസ്, ഒബ്ലിക്വ സ്കെച്ചസ്, പെർസ്പെക്റ്റീവ് വ്യൂ എന്നെല്ലാം പഠിച്ചില്ലേ? ഓക്കെ, അപ്പോൾ സ്കെച്ച് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ് ടു കൺവേ അവർ ഡിസൈൻ ഐഡിയാസ് ടു അതേഴ്സ് ക്വിക്ലി. Then they have 4 type of sketches are there: orthographic sketches and axonometric sketches, oblique sketches, and perspective sketches. Okay, first one is orthographic sketches. Orthographic sketches lay out the front, right and top views of a part. ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ ഫ്രണ്ട് വ്യൂ, again right and top views of a part. ഓക്കെ, ഇതൊരു പ്രൊഡക്റ്റ് ആണ്. പ്രൊഡക്റ്റിൻ്റെ എന്താണ് ഫ്രണ്ട് വ്യൂ, again right view and top view. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതാണ് എന്ത്? ഓർത്തോഗ്രാഫിക് സ്കെച്ചസ്. ഓക്കെ, ഓർത്തോഗ്രാഫിക് സ്കെച്ചസ് മീൻസ് ഓർത്തോഗ്രാഫിക് സ്കെച്ചസ് ലേ ഔട്ട് ദ ഫ്രണ്ട് റൈറ്റ് ആൻഡ് ടോപ്പ് വ്യൂസ് ഓഫ് എ പാർട്ട്. ഓക്കെ, ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ഡിസൈൻ ചെയ്യാൻ പോവാണ്. ആ പ്രൊഡക്റ്റിൻ്റെ ഫ്രണ്ട് ആൻഡ് റൈറ്റ് ടോപ്പ് വ്യൂസിനെ മാത്രം നിങ്ങൾ സ്കെച്ച് ചെയ്താൽ അത് എന്താണ്? ഓർത്തോഗ്രാഫിക് സ്കെച്ചാണ്. ക്ലിയർ ആണോ? ഓർത്തോഗ്രാഫിക് സ്കെച്ച്. Then second one is axonometric sketch. Okay, axonometric sketch എന്ന് പറയുമ്പോൾ they have some, ഈ ഫിഗർ നോക്ക്, ഈ ഫിഗർ കാണുന്നുണ്ടല്ലേ? They have some. Okay, ഇവിടെ നമ്മൾ എന്താണ് വെർട്ടിക്കൽ ആയിട്ട് ഒരു ലൈൻ ഉണ്ട്. സോറി, ഹൊറിസോണ്ടൽ ലൈനിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു 30 ഡിഗ്രി ആംഗിളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? 2 ലൈൻസ് വരച്ചിട്ടുണ്ട്. again അതിൻ്റെ മോഡലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? നമ്മളുടെ ആക്ച്വൽ പ്രൊഡക്റ്റിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും. മനസ്സിലായോ? ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഉണ്ടാവും. ഹൊറിസോണ്ടൽ ലൈനിലാണ് എന്താണ് ഒരു 30 ഡിഗ്രി ആംഗിളിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ലൈന് വരച്ചിട്ടുണ്ട്. അതിൻ്റെ മോഡലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഡിസൈൻ ചെയ്യുക. Okay, the axonometric sketch start with an axis, typically a vertical line with 2 lines 30 from the horizontal. The axis forms the corner of the part. The object is then blocked when using light lines with the overall size first. Okay, so axonometric sketch എന്ത് കിട്ടും? ആ ഓവറാൾ ഒരു പ്രൊഡക്റ്റിന് എന്ത് കിട്ടും? ഓവറാൾ സൈസ് നമുക്ക് പോസിബിൾ ആണ്. Okay, the axis forms the corner of the part. The object is then blocked using lines with the overall size first. Then vertical lines are darkened, followed by the other lines. Okay, vertical ആയിട്ടുള്ള ലൈൻസ് നമ്മൾ എന്ത് ചെയ്യും? Again, ഫൈനലി എന്ത് ചെയ്യും? പ്രൊഡക്റ്റ് കംപ്ലീറ്റ് ആയ ശേഷം വെർട്ടിക്കൽ ലൈൻസ് എന്ത് ചെയ്യും? നമ്മൾ ഡാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആക്സോണോമെട്രിൻ്റെ വ്യൂ നോക്കുക. മെയിനായിട്ട് എന്താണ്? വെർട്ടിക്കൽ ലൈനിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 30 ആംഗിൾ ഡിഗ്രിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ലൈൻ വരച്ചിട്ടാണ് ഓവറാൾ പ്രൊഡക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുക? ഓവറാൾ നമ്മുടെ ഡിസൈൻ എന്താണോ അതിൻ്റെ ഓവറാൾ സൈസിനെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക? ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, next one is oblique sketch. Oblique sketch is probably most common type of quick sketch. ഓക്കെ, നോർമലായിട്ട് ഒരു ഫിഗറിനെ കാണുമ്പോൾ നമ്മൾ ഫ്രണ്ട് വ്യൂ എങ്ങനെയാണോ ഉണ്ടാവുക ആ ഫ്രണ്ട് വ്യൂ ആണ് ആക്ച്വലി. ഓക്കെ, oblique sketch are probably the most common type of quick sketch. If the front view is blocked in roughly first, depth of lines are added and details such as round edges are added last. Okay, oblique sketches are probably the most common type of quick sketch. Okay, ഇതാണ് അതിൻ്റെ വ്യൂ. ഓക്കെ, നോർമൽ ഒരു പ്രൊഡക്റ്റിനെ കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്ന സാധനമാണ്. ഇപ്പോൾ എന്താണ്, നിങ്ങൾ പ്രൊഡക്റ്റ് സ്കെച്ച് ചെയ്യാൻ പോകാമെന്ന് പറയുമ്പോൾ റഫായിട്ട് ഒരു സ്കെച്ച് ചെയ്തിട്ട്, റഫ് എന്ന് പറയുമ്പോൾ എന്താണ്? ആ പ്രൊഡക്റ്റിൻ്റെ ഓവറാൾ ഒരു ഇത് നിങ്ങൾ റഫായിട്ട് ഒന്ന് സ്കെച്ച് ചെയ്യാനല്ലേ, അതിൻ്റെ വ്യൂ ആണ് എന്ത് പറയുക? ഒബ്ലിക്യു സ്കെച്ച് എന്ന് പറയും. ഓക്കെ,
Then another one is perspective sketches. Perspective sketches എന്ന് പറയുമ്പോൾ perspective sketches are similar to oblique sketches in that in the front view is blocked in the first. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു റെയിൽവേ ട്രാക്കിൽ പോവുക. പെർസ്പെക്റ്റീവ് സ്കെച്ച് എന്ന് പറയുമ്പോൾ റെയിൽവേ ട്രാക്കിലൊക്കെ പോയി നിൽക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു എൻഡിൽ നമ്മൾ എന്ത് ചെയ്യും, അത് സ്റ്റോപ്പ് ആവും, അല്ലെ നമുക്ക് അതിൻ്റെ മോഡൽ എന്ത് ചെയ്യാൻ പറ്റൂല, കാണാൻ പറ്റൂല. അങ്ങനെയല്ലേ ഒരു ട്രെയിൻ ട്രാക്കിൽ, എക്സാമ്പിൾ പറയുകയാണ്, നിങ്ങൾ ഒരു ട്രെയിൻ ട്രാക്കിൽ പോയി നിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ട്രെയിൻ ട്രാക്കിൻ്റെ എൻഡ് വരെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ട്രെയിൻ ട്രാക്കിൻ്റെ എൻഡ് വരെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? പറ്റൂല. ഒരു ആംഗിളിൽ നമുക്ക് എന്താവും, ഓക്കെ, ഒരു ആംഗിളിൽ നമുക്ക് എന്താവും, സ്റ്റോപ്പ് ആവും. ഒരു സിംഗിൾ പോയിന്റിൽ നമുക്ക് എന്താവും, ഇതെന്ത് ആ ഒരു വ്യൂ എന്ന് പറയുന്നത് ഒരു സിംഗിൾ പോയിന്റിൽ നമുക്ക് എന്താവും, സാധനം സ്റ്റോപ്പ് ആവും. ഓക്കെ, ആ ആംഗിളിൽ വരയ്ക്കുന്ന സാധനമാണ് എന്ത്, പെർസ്പെക്റ്റീവ് സ്കെച്ച് എന്ന് പറയുന്നത്. ഓക്കെ, നോർമൽ ഫ്രണ്ട് വ്യൂ തന്നെയാണ് വരിക. ഫ്രണ്ട് വ്യൂ വരഞ്ഞ ശേഷം എന്താണ് ഇത്, ഏത് ആംഗിളിലാണ് ഇത് എന്ത് ചെയ്യുന്നത്, സ്റ്റോപ്പ് ആവുന്നതിൻ്റെ ഇമേജാണ്. Okay, perspective sketches are similar to oblique sketches in that the front view is in the block first, that then a vanishing point. Vanishing point എന്ന് പറയുമ്പോൾ എന്താണ്, ഡിസപ്പിയർ ആവും. they have ഒരു സഡൻ ഒരു എന്താണ്, ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ പോകുമ്പോൾ ഏതൊരു പ്രൊഡക്റ്റ് നമുക്ക് എന്താവാൻ സാധ്യത ഉണ്ടാവും, ഡിസപ്പിയർ ആവാൻ പോസിബിലിറ്റീസ് ഉണ്ടാവും. ഓക്കെ, ആ ആംഗിളാണ് ഇവിടെ പറയുന്നത്. Then the vanishing point is chosen and projection lines drawing from the points on the object to the vanishing point. The depth of the part is then blocked in the using the projection lines. Finally, as the other sketch details are added to the first. Okay, അപ്പോൾ 4 ടൈപ്പ് സ്കെച്ചസ് ആണ്. ഫസ്റ്റ് സ്കെച്ച് എന്തായിരുന്നു, ഓർത്തോഗ്രാഫിക് സ്കെച്ച് ആണ്. ഓർത്തോഗ്രാഫിക് സ്കെച്ച് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാവുക, അതിന്റെ sketches എന്താണ്, ഫ്രണ്ട്, റൈറ്റ് ആൻഡ് ടോപ്പ് വ്യൂസ് ഓഫ് യുവർ പ്ലാൻ. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ ഈസ് അക്സോണോമെട്രിക് സ്കെച്ച് ആണ്. അക്സോണോമെട്രിക് സ്കെച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, വെർട്ടിക്കൽ ലൈൻസ് എന്താണ് 30 ആംഗിളിൽ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, ഓവറോൾ ഫിഗറിനെ വരച്ചെടുക്കുന്നത്. എപ്പോഴും 30 ആയിരിക്കും. അവർ 30 ആംഗിൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഗ്രാഫിക്കലി മെക്കാനിക്കലിന്റെ ആ ടേംസ് ആണ്. ആ 30 ആംഗിളിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, അങ്ങനെ ആണെങ്കിൽ അത് ഒരു ആ പ്രൊഡക്റ്റിന്റെ ഒരു ആംഗിൾ അവർക്ക് കിട്ടും. എങ്ങനെയാണുള്ളത്, ഒരു ഓവറോൾ സാധനം കിട്ടും. ഓക്കെ, ദെൻ ഒബ്ലിക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, റഫായിട്ട് നമ്മൾ ഒരു സ്കെച്ച് ചെയ്ത് എടുക്കുന്നതാണ്. ഓക്കെ, ദെൻ പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇത് ഒരു റഫായിട്ട് സ്കെച്ച് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു ആംഗിൾ നമുക്ക് എന്താവുന്നുണ്ട്, അത് വാനിഷിങ് ആവുന്നുണ്ട്. ആ വാനിഷിങ് വെച്ചിൽ എന്ത് ചെയ്യണത്, അതിൻ്റെ ആംഗിളിൽ വരച്ചെടുക്കുന്ന ഡ്രോയിങ് ആണ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് ഫാബ്രിക്കേഷൻ സ്പെസിഫിക്കേഷൻ, ദ സെവറൽ ഫോംസ് ഓഫ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്സ്. ഓക്കെ, when we communicate a design result to the manufacturer, we must think very carefully about the fabrication specification that we are creating drawings as well those we write. Okay, നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്രൊഡക്റ്റിന് നിങ്ങൾ എന്ത് ചെയ്യാണ്, ഡിസൈൻ ഫാബ്രിക്കേഷൻ മീൻസ് വാട്ട്, വി ആർ ഗോയിങ് ടു മാനുഫാക്ചറിങ് സംതിങ്, റൈറ്റ്? സോ അപ്പോൾ ഒരു സാധനം മാനുഫാക്ചറിങ് ചെയ്യും മുമ്പ് നമ്മൾ എന്താണ്, അതിൻ്റെ ഡ്രോയിങ്സ് നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് ക്രിയേറ്റ് ചെയ്യണം. പറയുമ്പോൾ വെറുതെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അതിനെ കറക്റ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ ബിഫോർ നിങ്ങൾ ഡ്രോയിങ് പോകും മുൻപ് തന്നെ എന്ത് ചെയ്യണം, അതിനെക്കുറിച്ചിട്ടുള്ള റിലേറ്റഡ് ഫീൽഡിലുള്ള ക്ലിയർ നോളജ് എന്ത് ചെയ്യണം, നിങ്ങൾ കിട്ടിയിട്ടുണ്ടാകും. ഇപ്പം നമ്മളാണെങ്കിൽ നമ്മളുടെ സോഫ്റ്റ്വെയർ ഫീൽഡിലാണ്. ഓക്കെ, സോഫ്റ്റ്വെയർ ഫീൽഡിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു ഇയർഫോൺ എന്താണ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താണ്, നിങ്ങൾ ഒരു സ്മാർട്ട് വാച്ചാണ് ഡിസൈൻ ചെയ്യാൻ പോകാമെന്ന് വിചാരിക്കാം. ഓക്കെ, സോ യു ആർ ഗോയിങ് ടു ഡിസൈൻ എ സ്മാർട്ട് വാച്ച് നിങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ സൈസിനൊക്കെ ഇമ്പോർട്ടൻറ്റ് റോളാണ് ആക്ച്വലി. ഓക്കെ, എന്തുകൊണ്ടാണ് സൈസൊക്കെ സ്മാൾ റോൾ? ആക്ച്വലി നമ്മൾ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്തുണ്ടാവും, അതിനകത്തുള്ള പാർട്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ സൈസ് ഇപ്പോൾ എന്താണ്, നിങ്ങൾ റഫായിട്ട് ഒരു സ്കെച്ച് ചെയ്ത് നിങ്ങൾ ഡെവലപ്പിൽ പോകുമ്പോൾ ഇപ്പം നമ്മളുടെ വാച്ചിലേക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ ബാറ്ററി കുറേ സാധനങ്ങൾ അതിനകത്ത് വരും. ഓക്കെ, അപ്പോൾ എന്താണ്, നമ്മൾ വിചാരിച്ചിട്ടുള്ള പ്രൊഡക്ട്സ് എന്താണ്, ഇന്നർ സൈഡിൽ വരേണ്ട പാർട്സ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, അതിനവിടെ ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് വെച്ചാൽ പ്രൊഡക്റ്റ് എന്താവും, ഓട്ടോമാറ്റിക്കായിട്ട് ഫെയിലിയർ ആവും. ഓക്കെ, അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഫാബ്രിക്കേഷൻ മീൻസ് ഒരു പ്രൊഡക്റ്റിനെ മാനുഫാക്ചറിങ് ചെയ്യുമ്പോൾ മുൻപ് ഡിസൈൻ പ്രിപ്പയർ ചെയ്യണം. പക്ഷേ ഡിസൈൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി നടത്തിയിട്ടുണ്ടാവും. ഓക്കെ, ഡീറ്റെയിൽഡ് സ്റ്റഡി നടത്തിയിട്ട് വേണം എന്താണ് ആ സ്കെച്ച് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് 3 ഡിസൈൻ ഡ്രോയിങ്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ എന്താണെന്ന് വെച്ചാൽ മറ്റേത് സ്കെച്ചാണ്. സ്കെച്ചിൽ 4 ടൈപ്സ് പഠിച്ചു കഴിഞ്ഞ് ഇത് എന്താണ്, ഡിസൈനിലാണ്. ഓക്കെ,
ഡ്രോയിങ്സിൽ അതിലെന്താണ് 3 ഡ്രോയിങ്സ് ആണുള്ളത്. ഒന്ന് എന്താണ് ലേ ഔട്ട് ഡ്രോയിങ്സ്, അനദർ വൺ ഈസ് ഡീറ്റെയിൽ ഡ്രോയിങ്, ദെൻ അസംബ്ലി ഡ്രോയിങ്. ലേ ഔട്ട് ഡിസൈൻ എന്ന് പറയുമ്പോൾ എന്താണ്, ലേ ഔട്ട് ഡ്രോയിങ്സ് ആർ വർക്കിംഗ് ഡ്രോയിങ്സ് ദാറ്റ് ഷോ മേജർ പാർട്സ് ആർ കോമ്പണൻസ് ഓഫ് എ ഡിവൈസ്. ഓക്കെ, ആൻഡ് ദെയർ റിലേഷൻഷിപ്പ്. ലേ ഔട്ട് എന്ന് പറയുമ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അതിലുള്ള മേജർ കോമ്പണൻസ് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക, മേജർ കോമ്പണൻസ് അതിൻ്റെ അത് റിലേഷൻഷിപ്പ് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഡ്രോയിങ്ങിൽ കാണിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പോൾ വാച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾ വാച്ചിലുള്ള എന്താണ് ലേ ഔട്ട് എന്ന് പറയുമ്പോൾ വാച്ചിൻ്റെ ഫുൾ ലേ ഔട്ട് വരയ്ക്കുമോ നിങ്ങൾ, അതിനകത്തുള്ള ഇന്നർ പാർട്സ് ഒക്കെ വരയ്ക്കൂല. അതിൻ്റെ എന്താണ് ഔട്ടർ വ്യൂ എങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, അതിലുള്ള മേജർ പാർട്സ് എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള കുറേ മേജർ പാർട്സ് ഉണ്ടാവും അല്ലേ, അതിൻ്റെ കോമ്പണൻസ് ഒക്കെയാണ് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവേണ്ടത്, ഡിസൈൻ ചെയ്യേണ്ടത്. ഓക്കെ, ലേ ഔട്ട് എന്ന് പറയുമ്പോൾ ലേ ഔട്ട് ഡ്രോയിങ്സ് ആർ വർക്കിംഗ് ഡ്രോയിങ്സ് ദാറ്റ് ഷോ മേജർ കോമ്പണൻസ് ഓർ കോമ്പണൻസ് ഓഫ് എ ഡിവൈസ് ആൻഡ് ദെയർ റിലേഷൻഷിപ്പ്. ഓക്കെ, ദെൻ അനദർ വൺ ഈസ് ഡീറ്റെയിൽ ഡ്രോയിങ്. ഡീറ്റെയിൽ ഡ്രോയിങ് എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങൾ ഫസ്റ്റ് ലേ ഔട്ട് വരയ്ക്കുമ്പോൾ വാച്ചിൻ്റെ ഓവർ ലേ ഔട്ടാണ് നിങ്ങൾ വരച്ചത്. ഓക്കെ, അതിലുള്ള മേജർ കോമ്പണൻസ് മാത്രമേ വരച്ചിട്ടുള്ളൂ. ഓക്കെ, എഗെയിൻ വാച്ച് എടുത്ത് കളഞ്ഞാൽ അതിനകത്ത് എന്തുണ്ടാവും, കുറേ ഇന്നർ കോമ്പണൻസ് ഉണ്ടാവും അല്ലേ. അതിലാണ് ഡീറ്റെയിൽ ഡ്രോയിങ്സിലാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ അതിനകത്തുള്ള ഇൻഡിവിജ്വൽ പാർട്സിൻ്റെ ഡ്രോയിങ് വരയ്ക്കേണ്ടത്. ഇൻഡിവിജ്വൽ പാർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ്, വാച്ചിൻ്റെ അകത്ത് എന്തൊക്കെ ഇൻഡിവിജ്വൽ പാർട്ട് ഉണ്ടാവും. ഓക്കെ, വാച്ച് വിട്ടേക്ക്, ഫോൺ എടുത്തു. ഫോണിൻ്റെ ലേ ഔട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫോണിൻ്റെ ലേ ഔട്ട് വരച്ചു. ഓക്കെ, വരച്ചിട്ട് എന്താണ് അതിലുള്ള എന്തൊക്കെ മേജർ കോമ്പണൻസിൻ്റെ ഫിഗറൊക്കെ വരച്ചിട്ടുണ്ട്. എഗെയിൻ ഡീറ്റെയിൽ ഡ്രോയിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തൊക്കെ വരയ്ക്കേണ്ടി വരും, അതിലുള്ള ഓവർ പാർട്സ് അല്ലേ. വാച്ച് മൊബൈലിൽ എന്തൊക്കെയാണ് പാർട്സ് വേണ്ടി വരും, മെയിനായിട്ട് കുറേ പാർട്സ് വേണം അല്ലേ. ബാറ്ററി, പിന്നെ എന്താണ് ബാറ്ററിയൊക്കെ മെയിൻ കോമ്പണൻസ് ആണ്. വേറെ മെയിൻ കോമ്പണൻസ് അല്ലാതെ വേറെ കുറേ സാധനങ്ങളുണ്ട്. എന്തൊക്കെയാണ് ചിപ്പ് സൈസ്, ഇങ്ങനെയുള്ള കാര്യം. ഇതൊക്കെ സൈസ് എന്താണ്, ചിപ്പൊക്കെ മെയിൻ റോളാണ് ആക്ച്വലി അല്ലേ. എന്താണ് നമ്മൾ എന്താണ് ഇപ്പോൾ ഒരു വലിയ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ ഒരു നമ്മളെന്താണ് ഇപ്പോൾ മൊബൈൽ ഫോൺ നിങ്ങൾ ഡിസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മെയിനായിട്ട് എന്താണ് സ്ലിം ടൈപ്പിൽ എന്താണ് ഡിസൈൻ ചെയ്യുള്ളൂ അല്ലേ. ഓക്കെ, അപ്പോൾ സ്ലിം ടൈപ്പ് ആണെങ്കിൽ അതിനനുസരിച്ച് വേണം നമ്മളുടെ ചിപ്പിൻ്റെ മോഡലൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് എവിടെയാണ്, ഡീറ്റെയിൽഡ് ഡ്രോയിങ്ങിലാണ്. ഓക്കെ, ഡീറ്റെയിൽ ഡ്രോയിങ് ഷോ ദ ഇൻഡിവിജ്വൽ പാർട്ട് ആർ കോമ്പണൻസ് ഓഫ് എ ഡിവൈസ് ആൻഡ് ദെയർ റിലേഷൻഷിപ്പ്. ഓക്കെ, ഇതിൽ മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ ദീസ് ഡ്രോയിങ്സ് മസ്റ്റ് ഷോ ടോളറൻസ് ആൻഡ് ദേ മസ്റ്റ് ആൾസോ സ്പെസിഫൈ മെറ്റീരിയൽ. ഓക്കെ, ലേ ഔട്ടിൽ ഇന്നൊരു പ്രശ്നമുണ്ട്. ലേ ഔട്ടിൽ എന്താണെന്ന് വെച്ചാൽ ഡോ നോട്ട് ഷോ ടോളറൻസ്. ഡോ നോട്ട് ഷോ ടോളറൻസ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താണ് അതിലൊരു മോഡിഫിക്കേഷൻസും ചെയ്യാൻ, ഇല്ലെങ്കിൽ ഒരു സജഷൻസ് ഒക്കെ അവർ നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. അല്ലാതെ പ്രോഡക്റ്റ് ചെയ്ത് കളഞ്ഞ ശേഷം എന്താണ് അവിടെ ഒരു ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. ഓക്കെ, ഡീറ്റെയിൽഡ് ഡ്രോയിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ടോളറൻസ് ചെയ്യാം. ടോളറൻസ് മീൻസ് എന്താണ്, എന്തെങ്കിലും സജഷൻസ് അനുസരിച്ച് നമ്മൾ എന്താണ് എന്തെങ്കിലും കറക്ഷൻസ് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, എന്തുകൊണ്ടാണ് ഇത് അതിനകത്ത് പറഞ്ഞ ഇൻഡിവിജ്വൽ പാർട്സ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ എന്തെങ്കിലും ചേഞ്ചസ് ചെയ്താൽ മതി. പക്ഷേ ലേ ഔട്ടിൽ എന്തെങ്കിലും ചേഞ്ചസ് ചെയ്യുമ്പോൾ ഹോളായിട്ട് എന്ത് വരും, കുറേ ചേഞ്ചസ് വരും. ദെൻ ഫൈനൽ വൺ ഈസ് അസംബ്ലി ഡ്രോയിങ്സ്. അസംബ്ലി ഡ്രോയിങ് എന്ന് പറയുമ്പോൾ എന്താണ്, അസംബ്ലി ഡ്രോയിങ് ഷോ ഹൗ ദ ഇൻഡിവിജ്വൽ പാർട്സ് ആർ കോമ്പണൻസ് ഓഫ് എ ഡിവൈസ് ഫിറ്റ് ടുഗദർ. ഓക്കെ, അപ്പോൾ ഫിറ്റ് ടുഗദർ മീൻസ് എന്താണ്, നമ്മൾ ഫൈനലി എന്ത് ചെയ്തു, പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്ത ശേഷം ഇതിന്റെ ഇമേജസ് എങ്ങനെ ഉണ്ടാവണം. ഇതൊരു മെഷീൻ്റെ ഫിഗറാണ്, കാണുന്നുണ്ടോ നിങ്ങൾക്ക്, ഇമേജ് കാണുന്നുണ്ടോ? ഇതൊരു അസംബ്ലിയാണ്. അസംബ്ലി ഫിഗർ എന്ന് പറയുമ്പോൾ ഇവർ എന്താ പറഞ്ഞിട്ടുള്ളത്, ഇതൊക്കെ ഇത് ഓവറാൾ ലേ ഔട്ടാണ്. ഈ ലേ ഔട്ട് കളഞ്ഞ ശേഷം ഇവിടെ എന്താണ് ചെയ്തിട്ടുള്ളത്, കുറേ ദേ ഹാവ് സം ഇൻഡിവിജ്വൽ പാർട്സ് കളഞ്ഞിട്ട് അസംബ്ലി എന്ന് പറയുമ്പോൾ എന്താണ് ഇതൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഇമേജ് വരച്ചു വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അതിന്റെ വ്യൂ ആണ് ഇത്. ഓക്കെ, ക്ലിയർ ആയല്ലേ? അപ്പൊ ഡ്രോയിങ്സ് എന്ന് പറയുമ്പോൾ 3 ഡ്രോയിങ്സ് ആണ്. ലേ ഔട്ട് എന്ന് പറയുമ്പോൾ ഓവറോൾ ഫിഗർ ആണ്. ദെൻ ഡീറ്റെയിൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഇൻഡിവിജ്വൽ പാർട്സിന്റെ ഡ്രോയിങ്സ് ആണ്. ദെൻ അസംബ്ലി ഡ്രോയിങ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇൻഡിവിജ്വൽ പാർട്സ് ആൻഡ് കോമ്പണൻസ് ഓഫ് ഡിവൈസ് ഫിറ്റ് ടുഗദർ ആണ്. ഓക്കെ, ആൻ എക്സ്പ്ലൈൻഡ് വ്യൂ ഓഫ് കോമൺലി യൂസ്ഡ് ടു such a fit relationship. We identify the components by parts number or entries and an attached bill of materials. They may include detailed drawings if the measurements in the detailed drawings cannot show all the required information. Okay, അതൊക്കെ ജസ്റ്റ് എഴുതേണ്ട കാര്യങ്ങളാണ്. പക്ഷെ മെയിനായിട്ട് നിങ്ങൾ മെയിൻ കാര്യങ്ങൾ മറന്ന് പോകരുത്. ഓക്കെ, അപ്പൊ ഇതാണ് ഡിസൈൻ. ഇതുവരെ പഠിച്ചത് എന്തായിരുന്നു, ഇന്ന് പഠിച്ച ടോപ്പിക് എന്തായിരുന്നു, ഡിസൈനിലാണ്. ഡിസൈൻ എന്താണ്, ഗ്രാഫിക്കൽ ഡിസൈൻസ് ആണ് പഠിച്ചത്. ഓക്കെ, ഗ്രാഫിക്കൽ ഡിസൈൻസിൽ മെയിൻ ആയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്, ആക്ച്വലി
മെയിൻ ആയിട്ടുള്ള രണ്ട് ലൈൻസ് എന്തൊക്കെയാണ്? സ്കെച്ചും മർജിലിനെയാണ് അല്ലെ. സ്കെച്ച് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവും, ഒബ്ജക്റ്റിന് എന്താണ് റിലേറ്റീവ് ആയിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ടാവും. മർജിലിനെയാണ് പറയുന്നത് എന്താണ്? ഒരു ഇമേജിൽ എന്താണ് ഫുൾ ടെക്സ്റ്റഡ് ഇൻഫർമേഷൻ, കുറച്ച് ഷോർട്ട് ഇൻഫർമേഷൻസ് അവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, എഗൈൻ എന്താണ് സ്കെച്ചിലുള്ള 3 ടൈപ്സ് അല്ലെ. സ്കെച്ചിൽ എന്തൊക്കെ ടൈപ്സ് ആണ്? കുറെ ടൈപ്സ് പഠിച്ചു, ഒരു 4 ടൈപ്സ് പഠിച്ചു. എഗൈൻ ഡ്രോയിങ്സിലുള്ള 4 ടൈപ്സ് പഠിച്ചു. ഓക്കെ, അറ്റൻഡൻസ് എടുക്കാണ്.